ഞങ്ങളും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര സർക്കാരിന്റെ യുവജന വിരുദ്ധ കേരള വിരുദ്ധ ബജറ്റിനെതിരെ ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കാലിക്കടവ് ടൗണിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ നിന്ന് ഒഴിവാക്കുകയും കേരളത്തിന്റെ നിരവധി ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കാലിക്കടവിൽ നടത്തിയ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിഷേധത്തിലാണ് ഇന്നലെയും ഇന്നുമായി ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ബജറ്റ്, ഇന്ത്യൻ യൂണിയൻ ബജറ്റ് നമ്മുടെ രാജ്യത്ത് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി അവതരിപ്പിച്ച ഘട്ടത്തിൽ കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷവും കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായി കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഭരണകൂടം ഈ കഴിഞ്ഞ 11 വർഷക്കാലവും കേരളത്തിന്റെ പേരേ പരാമർശിക്കാതെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഈ തവണ 2026 ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടത് കടലാമയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. കടലാമയ്ക്ക് വേണ്ടിയുള്ള സഞ്ചാരപാത ഒരുക്കും എന്നാണ് ഈ ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത്. തൃക്കരിപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ബജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം ഉമേഷ് പിലിക്കോട്, ബ്ലോക്ക് സെക്രട്ടറി കെ വി യദു, ബ്ലോക്ക് ട്രഷറർ വൈശാഖ് കൊടക്കാട്, ജോയിന്റ് സെക്രട്ടറിമാരായ പി സനൽ, സിദ്ദുലാൽ IT, വൈസ് പ്രസിഡന്റുമാരായ കെ വി വിപിൻ, പി റോജ, എക്സിക്യൂട്ടീവ് അംഗം എം കൃഗേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.